ഹലോ, അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു യാത്രയിലാണ് കേട്ടോ. ഗുണ്ടൽപേട്ട് ഹിമവന്ത് ഗോപാലസ്വാമി ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വഴിക്കട് വഴിയാണ് നമ്മൾ കയറി പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 4770 അടി ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് കർണാടകയിലെ ഗുണ്ടൽപേട്ടയിലാണ്. അവിടുന്ന് നമ്മളവിടെ എത്തിയതിനു ശേഷം അവരെ വണ്ടിയിലാണ് അങ്ങോട്ട് ചുരം കയറി പോകേണ്ടത്. അവിടെയൊക്കെ എപ്പോഴും അവനെന്നെ കാണുമെന്നൊക്കെ പറയുന്നത്, പക്ഷെ ഞങ്ങളതൊന്നും കണ്ടില്ല. എല്ലാ സമയത്തും കോട മൂടി നിൽക്കുക കേട്ടോ. ഇവിടെ നമ്മൾ എത്തിയിട്ട് പിന്നെ അവിടുന്ന് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്കുള്ള പ്രസാദം തോന്നുന്നുണ്ട്, ഒരു കളറും പഴവും അതുപോലെ തുളസിക്കതിരും തേങ്ങയൊക്കെയാണ് ഒരു കിറ്റിലാക്കിയിട്ട് കൊടുക്കട്ടെ. ചില ആളുകളൊക്കെ അത് വാങ്ങുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള ചാർജ് 70 രൂപയാണ് കേട്ടോ. അതേപോലെ അവിടെ പണ്ടത്തെ ഗോലി സോഡ ഉണ്ടല്ലോ, അതും കണ്ടു. നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബസ് കാത്ത് നിൽക്കണം. അവിടെയും വേണം ലൈന് നിൽക്കുക. ഓരോ ബസ്സിന് ആളാവുന്നതനുസരിച്ച് അങ്ങനെ കയറിയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നല്ലൊരു റൂട്ടാണ് കേട്ടോ. ആ ചുരം അങ്ങനെ കയറുമ്പോൾ വല്ലാത്തൊരു വൈബാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണാനൊക്കെ. ഞാൻ വിൻഡോൻ്റെ അടുത്ത സീറ്റ് തന്നെ ആയതുകൊണ്ട് എനിക്ക് ശരിക്കും അതൊക്കെ ആസ്വദിക്കാൻ പറ്റി. അപ്പം നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പ് കടൂരി വെച്ചിട്ട് വേണം കേട്ടോ അങ്ങോട്ട് കയറാൻ. നല്ല കല്ല് പാകിയിട്ടുള്ള നടപ്പാതയാണ്. നല്ലൊരു തണുപ്പാണ്. അങ്ങനെ ചൂടറിയുന്നൊന്നുമില്ല. ഞങ്ങളൊരു ഏകദേശം ഒരു 12 മണിക്കൊക്കെയാണ് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ചൂടറിയുന്നില്ല. നല്ല കോട മൂടി നിൽക്കണുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ ലൈന് നിൽക്കണം ഉള്ളിലേക്ക് കയറണമെങ്കിൽ. അവിടെ ഒരു പഴയൊരു രഥമാണിത്. നല്ല അടിപൊളി സ്ഥലങ്ങൾ. ഇവിടെ ആനൊക്കെ വരലുണ്ടെന്നൊക്കെ കുറേ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം ഒരു 12 മണിക്കാണ് ഇവിടെ കയറിയത്. പക്ഷേ ആ സമയത്ത് കോട നിൽക്കാൻ ഇതുപോലെ കല്ല് പാകിയിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ മേൽക്കൂരൊക്കെ അങ്ങനത്തെ കല്ല് തന്നെയാണ് കേട്ടോ. അപ്പോൾ ക്യൂ ഒക്കെ നിന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ അവിടെ അന്നദാനമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ പച്ചക്കറികളും ചെമ്പും ചരക്കൊക്കെ അവിടെ ഉണ്ട്. പിന്നെ പ്ലേറ്റുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും പ്ലേറ്റ് ഇങ്ങനെ കാണിക്കും. ബൈക്ക് ഭക്ഷണം അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.